നമ്മൾ ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് കണ്ടു. എന്തിനാണ് നമ്മളത് പഠിച്ചത്? അതായത് ഇനി മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് വലിയ വലിയ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെക്കൻഡ് വീഡിയോയിൽ കണ്ടതുപോലെ ടാബ്ലർ കോളം എഴുതി ഓരോ ചെറിയ ചെറിയ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കി അങ്ങനെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ടെക്നിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബേസിക്സ് മാത്രമായിരുന്നു ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ഇനി അടുത്ത നമ്മളൊരു ടെക്നിക്ക് പഠിക്കാൻ പോവുകയാണ്, ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. അപ്പം അതായത് പോളിനോമിയൽ ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ലിമിറ്റ് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ f is said to be a polynomial function of degree n എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കണം? f of x is equal to a0 plus a1x plus a2x square plus a3x cube plus അത് a4x raised to 4 ഉണ്ടാവും, a5x raised to 5 ഉണ്ടാവും, അങ്ങനെ പോയി എവിടെ വരെ an x raised to n വരെ കാണും. ഓക്കെ, അതായത് ഇതിൽ പറയപ്പെടുന്ന ഈ a0, a1 പിന്നെ a2 അതായത് അതുപോലെ an എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അത് കൂടാതെ തന്നെ an എന്ന് പറയുന്ന ആള്, ഈ ലാസ്റ്റ് ഉള്ള ആള് 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫുൾ ടൈം അങ്ങ് പോകും. ഫുൾ ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് റേസ് എന്ന് പറഞ്ഞ ഒരാളെ കാണില്ല. ഈ ഒരു ഫംഗ്ഷൻ, ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി എന്നാണെന്ന് പറയണമെങ്കിൽ തന്നെ അത് അവിടെ വേണം. അപ്പൊ an ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ, ഏത് രൂപത്തിൽ ഇരിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. ശേഷം ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് f of x 3 plus 2x ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ a0 എന്ന് പറയുന്നത്, അതായത് x കൂടെ ഇല്ലാത്ത ആള് 3. അതുപോലെ തന്നെ എക്സിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് a1, ഇവിടെ അത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ a2 ഇവിടെ a2 ഇല്ല, x സ്ക്വയർ ടൈം ഒന്നും ഇല്ല, അപ്പൊ a2 ഇല്ല. മാത്രമല്ല ഈ ഫംഗ്ഷന്റെ ഡിഗ്രി എത്രയാണ്? എക്സിന് വരുന്ന ഏറ്റവും മാക്സിമം പവർ ആയിരിക്കും ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ എക്സിന് വരുന്ന മാക്സിമം പവർ 1 ആണ്. ഇവിടെ x റൈസ് 0 ഉണ്ട്. അതായത് x റൈസ് 0 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പോൾ 3 × 1 അതായത് 3 × x റൈസ് 0 ആയിരിക്കും, പ്ലസ് 2 × x റൈസ് 1 മാക്സിമം പവർ 1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ, ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്നാലും ഇതിന്റെ ഒരു ബേസിക്സ് എന്ന നിലയിലാണ് ഇരുന്ന് പോവുക. ഓക്കെ, മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. f of x = 5 plus 4x plus 2x square. ഇതിന്റെ കേസിൽ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. a0 5 ആണ്, a1 4 ആണ്. അതായത് x ന്റെ കൂടെ ഉള്ള ആള്, x ന്റെ കോഎഫിഷ്യന്റ് a1, ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് 4, x സ്ക്വയർ a2, ഇവിടെ 2 ആണ്. a2 ന് പകരം ഇതിന്റെ ഡിഗ്രി, ഈ ഫംഗ്ഷന്റെ ഡിഗ്രി, ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി എത്രയാണ്? x ന് വരുന്ന മാക്സിമം പവർ ഇത് 2 ആണ്. ഓക്കെ, ഈ 2 ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് ഈ രൂപത്തിലൊന്നും ആയിരിക്കണമെന്നില്ല. f of x നെ ചിലപ്പോൾ ഇങ്ങനെ തരാം നിങ്ങൾക്ക്, 4x plus 2x square plus 5. ഇത് കണ്ടിട്ട് ഈ രൂപത്തിലല്ല എന്ന് വിചാരിക്കരുത്. ഓർഡർ ഇങ്ങനെ മാറ്റി എഴുതുന്നതിന് പ്രശ്നമില്ല. നമ്മളുടെ ഒരു വൃത്തിക്ക് വേണ്ടി ആദ്യം x ഇല്ലാത്ത ടൈം, പിന്നെ x ഉള്ളത്, പിന്നെ x സ്ക്വയർ ഉള്ളത്, x2 ഉള്ളത്, അങ്ങനെ ആ ഒരു ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ ഓർഡറിൽ തന്നെ ഫംഗ്ഷൻ തരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഈ രൂപത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ ഇത്തരം ഫംഗ്ഷൻസിനെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ലിമിറ്റ് കണ്ടെത്താനുള്ള മാർഗം എങ്ങനെ കണ്ടെത്തും അത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ f of x ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് x is equal to a എന്ന് പറയുന്ന പോയിന്റ്, x is equal to a എന്ന് പറയുന്ന പോയിന്റ്, a0 a1 a2 ആയിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ മറ്റൊരു പോയിന്റ് ആണ് a എന്ന് പറയുന്നത്. അവിടുത്തെ ലിമിറ്റ് നിങ്ങൾക്ക് കണ്ടെത്തണം. അപ്പോൾ ലിമിറ്റ് x tends to a f of x കണ്ടെത്തണം. നിങ്ങൾക്കറിയാം f of x ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ആ ഫംഗ്ഷനിൽ x ഉള്ള സ്ഥലത്തെല്ലാം a ഇട്ട് കൊടുത്താൽ അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലിമിറ്റിന്റെ വാല്യൂ കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ f of x നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 + 3x എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് കണ്ടെത്തണം. അറ്റ് x = 2 ലെ ലിമിറ്റ് നിങ്ങൾക്ക് കണ്ടെത്തണം. നിങ്ങൾ എങ്ങനെ എഴുതും? ലിമിറ്റ് x tends to 2 f of x. എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് x tends to 2 f of x എന്താണ്? 2 + 3x ആണ്. 2 + 3x ആണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫംഗ്ഷൻ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ലിമിറ്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആ എക്സിന്റെ സ്ഥാനത്ത് a കൊടുത്താൽ മതി, f of x കൊടുത്താൽ മതി. അതായത് ഈ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് ഈ നമ്മൾ ഏത് പോയിന്റ് ആണോ ലിമിറ്റ് കണ്ടെത്തുന്നത് ആ പോയിന്റ് കൊടുത്താൽ മതി. ലിമിറ്റ് വേണ്ട, നമ്മൾ പോയിന്റ് കൊടുക്കാൻ പോവാണ്. 2 + = 2 + 3 × 2. ആൻസർ വരിക 2 + 6 8 ആയിരിക്കും ആൻസർ വരിക. അതായത് ലിമിറ്റ് ഈ ഫംഗ്ഷന്റെ f of x = 2 + 3x അറ്റ് ലിമിറ്റ് കണ്ടെത്തണം. അവിടുത്തെ ലിമിറ്റ് x = 2. നമുക്ക് കിട്ടുന്ന വാല്യൂ 8 ആയിരിക്കും. വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് 2 കൊടുത്താൽ മതി.
അത്രയും ചെയ്തിട്ട് തന്നെ നമുക്ക് ലിമിറ്റ് കിട്ടും. നമ്മൾ ടാബുലർ കോളം എഴുതാനോ അതുപോലെ ഈ 2ന്റെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പോയിന്റുകൾ ഇട്ട് കൊടുത്ത് നോക്കാനോ നിൽക്കേണ്ട. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ പിന്നെ ലിമിറ്റ് കണ്ടെത്തുന്നത് വളരെ ഈസി ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കണ്ടെത്തുന്നത് മനസ്സിലാക്കി. എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷന് ലിമിറ്റ് എവിടെയാണോ കണ്ടെത്തേണ്ടത് ആ പോയിന്റിന്റെ വാല്യൂ ഫംഗ്ഷനിലെ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നമുക്കറിയാം. ഇനി നോക്കൂ, നമ്മൾ ഇത്രയും നേരം കണ്ടത് അതിന്റെ തിയറി ഭാഗമാണ്. നമുക്ക് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ 1 ഒരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ 1 ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഫൈൻഡ് ദ ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x³ - x² + 1. ഇപ്പൊ ഫംഗ്ഷൻ ഇതാണ്. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയണം. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ, ഡിഗ്രി 3 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ആ ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x³ - x² + 1 നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സിന്റെ സ്ഥാനത്തല്ല 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ ലിമിറ്റ് കിട്ടും. അതായത് ഉത്തരം ഇതാണ്, 1³ - 1² + 1. കാര്യം നോക്കൂ, എക്സിനല്ല ഞാൻ 1 കൊടുത്തു, എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഞാൻ 1 കൊടുത്തു. അപ്പൊ എന്ത് ആൻസർ കിട്ടും, 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, -1² എന്ന് പറഞ്ഞാൽ 1 ആണ്, പിന്നെ +1 ഉണ്ടോ, ഉണ്ടായിരുന്നു തന്നെയാണ്. ഓക്കെ, ഈസിക്കൽ ടു എന്തായിരിക്കും, 1 - 1 ഇത് 0 ആയി പോകും, +1. ആൻസർ 1 തന്നെയാണ്. +1 എഴുതിയില്ലെങ്കിലും തെറ്റില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 1 തന്നെയാണ്. ഈ ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x³ - x² + 1 എന്ന് പറഞ്ഞ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലിമിറ്റ് x ടെൻഡ്സ് ടു 3 x × x + 1. x × x + 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. നോക്കൂ, ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ, എന്താണ്, x × x + 1 എന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ എന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യാം, എക്സിനെ അതോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ x × x ആദ്യം ചെയ്യണം, x², പിന്നെ എക്സിനെ 1 കൊണ്ട് ചെയ്യണം +x. അപ്പൊ f(x) എന്തായിട്ട് മാറി, x² + x ആയിട്ട് മാറി. നമുക്ക് ആ ലിമിറ്റ് ഇനി അതിലോട്ട് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 3 ഇതിന് പകരം എന്ത് കൊടുക്കാം, ഇനി x² + x എന്ന് കൊടുക്കാം. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ എക്സിനെല്ലാം 3 എന്നുള്ള വാല്യൂ കൊടുക്കാം. അന്നേരം 3² + 3. 3² എത്രയാണ്, 9 + 3. ആൻസർ 12 ആയിരിക്കും. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് x ടെൻഡ്സ് ടു 3 x² + x എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 x × x + 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 12 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലിമിറ്റ് x ടെൻഡ്സ് ടു -1 ആണ്. -1 ഫംഗ്ഷൻ 1 + x + x² + x³ + etc. + x/10. ഓക്കെ, എല്ലാം x/4 ഉണ്ട്, x/5 ഉണ്ട്. ഒന്ന് എഴുതി തന്നൂ. ലാസ്റ്റ് x/10. ഇത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഈ പോളിനോമിയൽ ഫംഗ്ഷൻ ഡിഗ്രി 10 ആണ്. x ഉള്ള മാക്സിമം 10 ആണ്. 10 ആയിരിക്കും ഈ പോളിനോമിയൽ ഫംഗ്ഷൻ ഡിഗ്രി. ഓക്കെ, നമുക്ക് അപ്പോൾ ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ഏതുപോലെയാണ്, -1 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ലിമിറ്റ് ആണ് കാണുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് മതി. ഈ x എല്ലാം -1 എന്ന വാല്യൂ എടുത്താൽ നമുക്ക് ഇത് എടുക്കുന്നു ചെയ്യാം. ലിമിറ്റ് x ടെൻഡ്സ് ടു -1 1 + x + x² + etc. + x/10. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വാല്യൂ കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നോക്കൂ, 1 + x x ആണ് -1. x കൊണ്ട് ലിമിറ്റ് എടുത്തത് -1 ആണ്. x -1 എന്ന പോലെ ആയിരിക്കണം വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. +-1² +-1³ +-1/4 +-1/5 അങ്ങനെ എഴുതില്ല. ലാസ്റ്റ് +-1/10. ഈ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും, അതായിരിക്കും ഈ ഫംഗ്ഷൻ ലിമിറ്റ്. എവിടെ ലിമിറ്റ്, x ടെൻഡ്സ് -1 ലിമിറ്റ്. ഓക്കെ, നമുക്കത് നോക്കാം. 1 + -1 1 + -1 എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസ് -1 -1. ഓക്കെ, പ്ലസ് -1² x² ആയാലും -1² 1 തന്നെയാണ്. പ്ലസ് -1³ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ അതായത് ഈ പ്ലസ് -1 എന്തായി മാറും, മൈനസ് ആയി മാറും. പിന്നെ പ്ലസ് അവിടെ കുറെ ആൾക്കാരുണ്ട്. ഒരു അവസാനം -1/10 -1/10 എന്തായിരിക്കും, 1 ആയിരിക്കുമോ -1 ആയിരിക്കും. -1/10 10 ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് +1 ആയിരിക്കും. -1/9 ആയിരുന്നല്ലോ, നമുക്ക് പവർ വന്നിട്ട് 9 ആയത് ഒരു നമ്പറാണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ -1 ആയിരിക്കും. നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യമാണ്. ഓക്കെ, നമുക്ക് കിട്ടിയത് 1 - +1 -1 +1 അതിലേക്ക് -1 അങ്ങനെ പോകും. ശരിക്കും പറഞ്ഞാൽ ഒന്നിന് നേരത്തെ എഴുതി നോക്കാം, ഇല്ലെങ്കിൽ ചെറിയ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. നോക്കൂ, 1 - 1 +1 ഈ -1 പോലും ഇവിടെ -1 പിന്നെ +1 അത് പോകും. ഇവിടെ -1 പോയി അവസാനം ഇവിടുത്തെ ഇവിടെ -1 കാണാൻ അത് പോകും. പോയി 1 ശേഷം എല്ലാവരും പോകും. അതിനകത്ത് 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് എല്ലാ ടൈമും എഴുതി നോക്കി ചെയ്യാം. ഞാൻ ചെയ്തിരിക്കുന്നത് 1 മിനിറ്റ് ബാക്കി ചെയ്യും. -1 +1 അങ്ങനെ ആകുമ്പോൾ അവസാനം എല്ലാ ടൈമും ക്യാൻസൽ ആയിരിക്കും. ബാക്കിയുള്ള തുടക്കം നമ്മൾ ഒഴിവാക്കിയിട്ട് +1 മാത്രമായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് x = -1 എന്ന് പറയുന്ന പോയിന്റിന്റെ ലിമിറ്റ് 1 ആയിരിക്കും. അതാണ് ആൻസർ. ഓക്കെ, നമ്മൾ ലിമിറ്റ്സ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടു. അതിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് ലിമിറ്റ്സ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻസ് കിട്ടിയാൽ നമ്മൾ എങ്ങനെ അതിന്റെ ലിമിറ്റ് കണ്ടെത്തും. അപ്പോൾ ആദ്യം നമുക്ക് റാഷണൽ ഫംഗ്ഷൻസ് ഏത് ഫോമിലായിരിക്കും കിടക്കാൻ നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ f(x/g) എന്ന ഫോമിലാണെങ്കിൽ f(x/g) h(x) നിങ്ങളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ നിങ്ങൾ തന്നിരിക്കുന്നത് ഈ രൂപത്തിലാണ്, h(x/g). അതായത് ഒരു ഫംഗ്ഷൻ മുകളിൽ ഒരു ഫംഗ്ഷൻ എന്റെ ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ പോലെയാണെങ്കിൽ അതിനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇപ്പൊ x = a ന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. എന്ത് ചെയ്താൽ മതി, ഇപ്പൊ x = ഫൈൻഡ് ലിമിറ്റ്
എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. എഫ് ഓഫ് എക്സ് എന്താണ്, എച്ച് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. മറ്റ് രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിവിഷൻ പോലെയാണ്, ഫ്രാക്ഷൻ പോലെയാണ് കിടക്കുന്നത്, അതാണ് റാഷണൽ ഫംഗ്ഷൻ. അപ്പൊ നോക്കൂ, ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ ഇത് പഠിച്ചാൽ നമ്മൾ ആദ്യം ആൾജിബ്ര ഫിസിക്സ് പഠിച്ചതാണ്. ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഫംഗ്ഷൻസിന് ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എച്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് വരും. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടെത്താൻ കഴിയും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി കൂടി എനിക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ആൻസർ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എച്ച് ഓഫ് എക്സ് ഇങ്ങനെ വരിക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എച്ച് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് 0 എന്ന് കിട്ടി, താഴെയുള്ളത് ഒരു വാല്യൂ കിട്ടി, ഒരു പെർട്ടിക്കുലർ വാല്യൂ എല്ലാം കിട്ടി, പെർട്ടിക്കുലർ വാല്യൂ കിട്ടി. അങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ് എന്ത് വരും, 0/l 0 തന്നെ ആയിരിക്കും. ഒന്നും പേടിക്കുന്നില്ല, 0/l എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 തന്നെ ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഈ സാധനം ഇങ്ങനെ വരും, മുകളിലൊരു വാല്യൂ കിട്ടും, താഴെ 0 വരും, l/0 എന്നുള്ള ഫോമിൽ വരും. അപ്പോഴെന്തായിരിക്കും ഇതിന്റെ പ്രശ്നമൊന്നുമില്ല, ഇത് നോട്ട് ഡിഫൈൻഡ് എന്നാണ്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. ഈ രണ്ട് രീതി, അതായത് 0/l എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം 0 ആണെന്ന്, l/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്ന് വളരെ ധൈര്യപൂർവ്വം പറയാം. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരിക 0/0 എന്നൊരു ഫോമിലോട്ട് മാറും. ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഈ പ്രോബ്ലം പൂർണ്ണമായി ചെയ്ത് തീർത്തു എന്ന് പറയാൻ കഴിയില്ല. ഇത് ഇൻഡിറ്റർമിനന്റ് ഫോമാണ്, ഇൻഡിറ്റർമിനന്റ് ഫോമാണ്. ഇതിനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ എച്ച് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. എച്ച് ഓഫ് എക്സിനെ എന്ന് പറയുന്ന ഫംഗ്ഷനെയും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയും ഫാക്ടറൈസ് ചെയ്യേണ്ടി വരികയും ഈ രൂപത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തേണ്ടി വരും. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കത് എക്സാമ്പിളിലൂടെ കാണാം. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ലിമിറ്റ്സ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് കണ്ടെത്തേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ x പ്ലസ് 100. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. ഫംഗ്ഷൻ കണ്ടെത്താൻ അറിയാം നിങ്ങൾക്ക്. മുകളിൽ ഒരു പോളിനോമിലും താഴെ ഒരു പോളിനോമിലും h of x by g of x എന്ന ഫോമിലാണ്. അപ്പൊ എന്ത് ചെയ്യാം, മുകളിലും താഴെ ലിമിറ്റ് എക്സ് സെപ്പറേറ്റ് കൊടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എങ്ങനെ ചെയ്യും, ആൻസർ ലിമിറ്റ് x ടെൻസ് ടു 1 x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 1 x പ്ലസ് 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ, മുകളിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് x സ്ക്വയർ പ്ലസ് 1. ഇതിൽ x ന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. ആൻസർ ആയി 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ, ഇവിടെയും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് x പ്ലസ് 100 ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതിലും x ന് 1 ഇട്ട് കൊടുത്താൽ മതി, 1 പ്ലസ് 100. ആൻസർ എന്ത് വരും, 1 സ്ക്വയർ 1 തന്നെയാണ്, 1 പ്ലസ് 1 2, 2 ബൈ 100 പ്ലസ് 1 101, 101 2 ബൈ 101 കിട്ടും ആൻസർ. ഓക്കെ, അതായത് ഈ ലിമിറ്റിന്റെ വാല്യൂ എത്ര കിട്ടിയത്, ഈ ഫംഗ്ഷന്റെ x ഈക്വൽ ടു 1 ലിമിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ബൈ 2/101 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. എക്സാമ്പിൾ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻസ് ടു x³ - 4x² + 4x ഡിവൈഡ് ബൈ x² - 4. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ ഇന്ന് ചെയ്ത പോലെ മുകളിലും താഴെയും പോളിനോമിയലാണ്. മുകളിൽ അതായത് h of x by g of x എന്ന ഫോമിലാണ്. മുകളിലും താഴെ ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് കൊടുത്തു പറ. അപ്പൊ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ എഴുതി കാണിക്കുന്നില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതായത് എന്താണ്, മുകളിൽ x ന് 2 എന്ന് കൊടുക്കുക, താഴെ x ന് 2 എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും, ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ 4x² 4 ഇൻറ്റു 2 സ്ക്വയർ, അതായത് സെപ്പറേറ്റ് എഴുതി, പ്ലസ് 4 ഇൻറ്റു 2 ഡിവൈഡ് ബൈ x², 2 സ്ക്വയർ മൈനസ് 4. നോക്കുക, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ, 4 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4, 2 സ്ക്വയർ 4 ആണല്ലോ, 4 ഇൻറ്റു 4 16 പ്ലസ് 4 ഇൻറ്റു 8 2 8, 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 മൈനസ് 4 എന്ന് വന്നു. is equal to 8 plus 8 ഇത് ചെയ്യുമ്പോൾ 8 plus 8 16, 16 minus 16
എന്ത് കിട്ടും? 0 ആയി പോകും. താഴെ ഡിവൈഡ് ബൈ 4 - 4 0 കിട്ടുന്നത് എന്താണ്? 0/0 മുതൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു റാഷണൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കണ്ടെത്തുമ്പോൾ 0/0 എന്ന ഫോമിൽ കിട്ടിയാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇതിനെ ഇങ്ങനെ ഇട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫംഗ്ഷൻസിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ രൂപത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഇത് ഈ രൂപത്തിലാവാൻ കാരണമായ ചില ഫാക്ടറുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിനെ ഇവിടുന്ന് ഒഴിവാക്കണം. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻസിനെ, ഇതാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞിരുന്നത്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, ഞാൻ ഈ ഫംഗ്ഷൻസിനെ മാറ്റി എഴുതുന്നു. ലിമിറ്റ് x → 2, ന്യൂമറേറ്റർ എന്താണ്? x³ - 4x² + 4x എന്നാണ്. ഇവിടെ എല്ലാ ഇതിന്റെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നോക്കി, ഇതിലെല്ലാ സ്ഥലത്തും എന്തുണ്ട്? x ഉണ്ട്. നമുക്ക് x നെ കോമൺ എടുക്കാം. ശ്രമിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്നത്. x കോമൺ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഫാക്ടറികളെ കണ്ടെത്താൻ കഴിയണമെന്നൊന്നുമില്ല. അത്രയും സ്കില്ലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. അപ്പൊ എല്ലാ ടൈമിലും x ഉള്ളത് കൊണ്ട് x നെ കോമൺ എടുക്കുക. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ വരും? x³ നിന്ന് x പുറത്തു പോയാൽ x² ആവും. -4x² നിന്ന് ഒരു x പോയാൽ, ഈ x² നിന്ന് ഒരു x പോയാൽ പിന്നെ അവിടെ 4 ഉണ്ട്. x² നിന്ന് ഒരു x പോയി, x മാത്രമാവും. പ്ലസ് 4x നിന്ന് ഒരു x പോയി, 4 മാത്രമാവും. ഡിവൈഡഡ് ബൈ x² - 4. ഇവിടെ x ഒന്നും കോമൺ എടുക്കാനില്ല ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ x² - 4 എന്ന് എഴുതാം. പക്ഷെ x² - 4 എനിക്ക് മറ്റൊരു രീതിയിലൂടെ എഴുതാം കേട്ടോ. x² - 2 ന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടി. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നെന്ന് ചോദിച്ചാൽ, എനിക്കറിയാം a² - b² എന്നൊരു ആളെ കണ്ടാൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ അറിയാം. a + b × a - b. ഇങ്ങനെ രണ്ട് ഫാക്ടറുകളാക്കി മാറ്റാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ x² - 2² എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയും? x + 2 × x - 2 എന്ന് എഴുതാൻ പറ്റും. പെട്ടെന്ന് തന്നെ എനിക്ക് ഇങ്ങനെ രണ്ട് ഫാക്ടറുകളാക്കി മാറ്റാൻ കഴിയും. ആ ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ആയി വരണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതിയതുകൊണ്ട് ഒരു പ്രയോജനമുള്ള ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇതിനെ എന്ത് ചെയ്യും? നോക്കൂ, ലിമിറ്റ് x → 2 x × ഈ ആളെന്ന് പറയുന്നത് x² - 2 ആണ്. ചെയ്ത് നോക്കിയാൽ മതി. x - 2 ആണ് ഇയാൾ. നോക്കൂ, നിങ്ങൾ സൈഡിലോട്ട് മാറ്റി ചെയ്ത് നോക്കിയാൽ x - 2 ഒന്ന് ചെയ്ത് നോക്കി. x² - 2 എങ്ങനെ ചെയ്യാം? അതായത് a - b² a², ഞാൻ എഴുതാം. ബേസിക് ഇക്വേഷൻ എഴുതി കാണിക്കാം. a - b² = a² - 2ab + b². a² - 2ab + b² ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ x² നമുക്ക് ചെയ്തു നോക്കേണ്ടത് എന്താണ്? x - 2 ആണ്. x - 2 = x², aക്ക് വരെ x, bക്ക് വരെ 2, സ്ക്വയർ - 2 × a × ax ആണ്, × b 2 ആണ്, പ്ലസ് b², 2 ന്റെ സ്ക്വയർ 4. ഇത് വരും x² - 4x + 4 എന്ന് വരും. ഈ സാധനം അല്ലേ? അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? x - 2 എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ x - 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഈ ഫാക്ടർ x² - 2² എങ്ങനെ എഴുതാം? x + 2 × x - 2 എഴുതാം. x + 2 × x - 2. ഇതെന്താണ് സാധനം? അപ്പൊ ഇതും നിങ്ങൾ സൈഡിലേക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കൂ, ലിമിറ്റ് x → 2 x × x - 2 എന്ന് പറഞ്ഞാൽ x - 2 × x - 2 ഡിവൈഡ് ബൈ x + 2 × x - 2. ഇവിടെ വെച്ച് നമുക്ക് x - 2 ഉണ്ട്, x - 2 ഉണ്ട്. വെട്ടി ഇങ്ങനെ കളയാം, ക്യാൻസൽ ചെയ്ത് കളയാം. എന്നാലും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ x - 2 എന്ന് പറഞ്ഞാൽ x - 2 × x - 2 ആണ്. താഴെയോ x + 2 × x - 2 ഉണ്ട്. നമുക്ക് ഇതിലെ ഒരാളെ ഇങ്ങ് വെട്ടി കളയാം. ബാക്കി ആരൊക്കെ വരും? ലിമിറ്റ് x → 1 x × x - 2 ഡിവൈഡ് ബൈ x + 2. ഇനി ഇതായിട്ട് കൂടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? മുകളിലുള്ള ആൾക്ക് വന്നിട്ട് കൊടുത്തേ
അപ്പോൾ 1 × 1 - 2 താഴെയുള്ള ആൾക്ക് ഇട്ട് കൊടുത്തല്ലോ 1 + 2. ശരിക്കും പറഞ്ഞ ആൻസർ വരുന്നത് 1 × 1 - ഓക്കെ 1 -1 ഡിവൈഡഡ് ബൈ 3. അയ്യോ സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് 2 ആണ്, 1 അല്ല 2 ആണ്. ഓക്കെ, അപ്പൊ ഇതല്ല ലിമിറ്റ്. എക്സിന്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പൊ നമുക്ക് 2 വാല്യൂ കൊടുക്കും. 2 എന്ന് കൊടുക്കും, എക്സിന് 2 എന്ന് കൊടുക്കും. 2 × 2 - 2 ഡിവൈഡ് ബൈ 2 + 2 2 × 2 - 2 0 ഡിവൈഡ് ബൈ 4 0/4. അതായത് നമ്മുടെ ആൻസർ 0/4. ആൻസർ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 0. 0/4 0 ആണ്. അത് പേടിക്കണം. 0/0 വന്നാൽ മാത്രം പേടിച്ചാൽ മതി. 0/4 എന്ന് പറഞ്ഞാൽ ആൻസർ 0 തന്നെയാണ്. അപ്പൊ ഈ ലിമിറ്റ് ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് കണ്ടെത്തിയത്? x² - 4x + 4 എങ്ങനെ പെട്ടെന്ന് കണ്ടെത്തി? അത് പ്രാക്ടീസിലൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ താഴത്തെ എഴുതാൻ വലിയ എഫേർട്ട് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. x - 2 × x + 2 എന്നറിയാം. അപ്പൊ ഇതെന്തോ x - 2 × x + 2 ഏതോ ഒരു മൾട്ടിപ്പിൾ ആണ് കിടക്കുന്നതെന്നൊക്കെ ആലോചിച്ച് ആ രൂപത്തിലൊക്കെയാണ് ഇത് എഴുതുന്നത്. അപ്പൊ കുറെ തവണ റിപ്പീറ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്തരം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2 ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → 2 x² - 4 ഡിവൈഡ് ബൈ x³ - 4x² + 4x. ഓക്കെ, ഈ ഫംഗ്ഷൻ നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്തതിന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ്. ഒന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. ആ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ ഫംഗ്ഷന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും നോക്കാം. നമ്മൾ ഇത് ചെയ്ത് നോക്കാനില്ല, കാര്യം ആ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. 2 ഇട്ട് കൊടുത്താൽ മുകളിലും താഴെ പോളിനോമിയൽ ഫംഗ്ഷൻ, ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. h(x/g(x) എന്ന ഫോമിലാണ്. മുകളിലും താഴെയും 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 0/0 തന്നെയായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇത് കണ്ടതാണ്. ഇതേ പ്രോബ്ലം നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫാക്ടറൈസ് ചെയ്താൽ എന്ത് കിട്ടും? ലിമിറ്റ് x → 2 x² - 4 എങ്ങനെ എഴുതാം? x² - 2² എന്ന് എഴുതാം. താഴെയുള്ള ആൾക്കാരെ x × x² - 4x + 4 എന്ന് എഴുതാം. അവിടെ ചെയ്ത അതേ പ്രോസസ് തന്നെ. അവിടെ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്ത് അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പൊ ലിമിറ്റ് x → 2 x - 2 × x + 2. ഓക്കെ, അതായത് x² - 2² x - 2 × x + 2 എഴുതാം. ഡിവൈഡഡ് ബൈ x × x - 2 ന്റെ സ്ക്വയർ. സെയിം പ്രോസസ് ഇവിടെ ഇതൊന്ന് പോകും. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിട്ട് ചുരുങ്ങും? ലിമിറ്റ് x → 2 x + 2 ഡിവൈഡ് ബൈ x × x - 2 എന്ന രീതിയിൽ ചുരുങ്ങും. ഇനി നമുക്ക് 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x ന് 2 കൊടുത്താൽ 2 + 2 x ന് 2 കൊടുത്തു 2 + 2 ഡിവൈഡ് ബൈ 2 × 2 - 2. ആൻസർ 4/2 × 0 എന്ന് വരും. ആൻസർ 4/0 വരും. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് എന്നാണ് ആൻസർ. കാര്യം 4/0 നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. 4/0 വന്നല്ലോ, അത് പേടിക്കണ്ട. നമ്മൾ പറഞ്ഞല്ലോ 4/0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാം, തീർന്നു. അവിടെ പരിപാടി തിരിക്കും. 0/4 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന 0 ആണ്. പ്രശ്നം 0/0 എന്ന ഫോമിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. 0/0 ഫോമിൽ എഴുതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ രൂപത്തിലെങ്കിലും ആക്കേണ്ടി വരും. ഓക്കെ, അപ്പോ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന ഫാക്ടറൈസേഷൻ ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന് അതേ സെയിം രീതി തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് സെയിം ഫംഗ്ഷന്റെ റെസിപ്രോക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 2 ലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → 2 x³ - 2x² ബൈ x² - 5x + 6. നമുക്ക് ഇത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. നമുക്ക് മുകളിലും താഴെ പോളിനോമിയൽസ് ആണ് കിടക്കുന്നത്. ഈ ലിമിറ്റിന്റെ അതായത് x = x → 2 ആ 2 എന്ന് പറയുന്ന വാല്യൂ ഇപ്പോഴുള്ള വലിച്ചിട്ട് കൊടുത്ത് നോക്കാം എന്ത് സംഭവിക്കുന്നു നോക്കാം. ഡയറക്റ്റ് ആയിട്ട് തന്നെ 2³ - 2 × 2². ഓക്കെ, താഴെയോ 2² - 5 × 2 + 6. ഇതെന്ത് കിട്ടും? 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. പിന്നെ ഇവിടെ 2 × 2² 2 × 4 8 തന്നെ വരും. ഡിവൈഡ് ബൈ 2² 4 10 + 6. ആൻസർ വരിക 8 - 8 0 4 - 10 -6 + 6. 4 - 10 -6 പിന്നെ ഈ കിടക്കുന്ന +6. ശരിക്കും പറഞ്ഞാൽ 0/6 + 6 0 0/0 എന്ന് വരും. 0/0 എന്ന ഫോമിൽ വന്നാൽ നമ്മൾ പേടിക്കണം. ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഈ രൂപത്തിൽ കണ്ടാൽ നിങ്ങൾ ആൻസർ എഴുതി തീർത്ത് പേനോടൊക്കെ വെക്കരുത്. ഇതിന്റെ ഫാക്ടറൈസ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഫംഗ്ഷൻസിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ 0/0 ഫോമിലേക്ക് ആവാൻ കാരണക്കാരനായ
ഫാക്ടറിനെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള മാർഗം ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നോക്കൂ, ലിമിറ്റ് x ടെൻസ് ടു 2 ഈ ഫംഗ്ഷനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ മുകളിൽ നോക്കൂ, x³ - 2x². രണ്ട് ടേമുകളിൽ x³ എന്ന് പറഞ്ഞ ടേമിലും 2x² എന്ന് പറഞ്ഞ ടേമിലും x ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ കോമൺ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ x³ ഉണ്ട്, ഇവിടെ x² ഉണ്ട്. അപ്പൊ രണ്ടിടത്തും നമുക്ക് x² പുറത്തെടുക്കാം, പ്രശ്നമില്ല. അപ്പൊ x² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരുണ്ട്, ആരുണ്ട് ഇവിടെ? x³ ൽ നിന്ന് x² പോയാൽ ബാക്കി ഒരു x, എങ്കിൽ മാത്രമേ x² x1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യാൻ ഇതുപോലെ കോമൺ എടുക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. മൈനസ് 2x² ൽ നിന്ന് x² ആണ് പോയി, പിന്നെ ആരുണ്ട്? 2 മാത്രം. ഓക്കെ, ഡിവൈഡ് ബൈ താഴെ ഒന്ന് നോക്കി, x² - 5x + 6. x² - 5x + 6 ഫാക്ടറൈസ് ചെയ്യണം. ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫാക്ടർ x - 2 ആയിരിക്കും. ഓക്കെ, ഒരു ഫാക്ടർ x - 2 ആയിരിക്കും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ കഴിയുള്ളൂ. ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ഫാക്ടർ ആരായിരിക്കും? x - 2 ഇൻറ്റു ഒരു താള് വരണം. ഇത് ആളാരായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഈ x² - 5x + 6 ഫാക്ടറുകളെ നിങ്ങൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഈ താഴെ കിടക്കുന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെറിയ ക്ലാസ് പോളിനോമിയലാണ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. x² - 5x + 6 എന്ന് പറയുന്ന ആളെ ഫാക്ടറൈസ് ചെയ്യാൻ 6 നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ? അതുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാനുള്ള ടെക്നിക്ക് മാത്രമേ ഉണ്ടാവും. ഇതിനെ നിങ്ങൾക്ക് ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ഉണ്ടല്ലോ, x = -b + or - √b² - 4x/2 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഒന്ന് പോയി ടെക്സ്റ്റുകൾ പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അതെങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ a എന്ന് പറയുന്നത് x² - 1, b എന്ന് പറയുന്നത് -5, c എന്ന് പറയുന്നത് 6, കോൺസ്റ്റന്റ് 6. ഓക്കെ, ഇത് ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്, നമ്മുടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളതല്ല. എങ്കിലും ഞാൻ കാണിക്കാം. നോക്കൂ, x എന്ന വാല്യൂ കണ്ടുപിടിക്കാം. x - b + or - √b² - 4ac/2a എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. മൈനസ് ബിക്ക് പകരം -5 മൈനസ് ആ ഇക്വേഷനുള്ള മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിയുടെ വാല്യൂ -5 ആയത് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നു. +or - √b² -5 square by -4 into a 1 into c 6 divided by 2a 2 into a x is കിട്ടുന്നത് 5 മൈനസ് കൂടെ ചേർത്ത് പ്ലസ് ആവും. +or 5 + or - √25 -24 divided by 2. ആൻസർ 5 + or - √1 എന്ന് വരും. √1 തന്നെയാണ് 5. അതായത് x ന്റെ വാല്യൂ കിട്ടും. ഒന്നുകിൽ 5 + 1/2 5 + 1/2 എന്ന് പറഞ്ഞാൽ 6/2, ഒന്നുകിൽ 3, അല്ലെങ്കിൽ x is 5 - 1/2 5 - 1/2 എന്ന് പറഞ്ഞാൽ 4/2. ഒന്നുകിൽ x ന്റെ വാല്യൂ 3 അല്ലെങ്കിൽ x ന്റെ വാല്യൂ 2. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫാക്ടർ എടുക്കാൻ കഴിയും. എങ്ങനെ? x² - 5x + 6. ഈ x ന്റെ വാല്യൂ 3 2 കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്താൽ മതി? x - 3 x - 2 പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. x = 3 എന്നും x = 2 എന്നും കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഉള്ളത്. x - 3 x - 2 ഈ രൂപത്തിൽ എഴുതിയാൽ ഇതിന്റെ ഫാക്ടർ കിട്ടും. ഇതല്ല എങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതൊരു മെത്തേഡ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യണം. നമുക്ക് ഫൈനാൻസിൽ വന്നിരിക്കുന്നത് x = 3 എന്നാണ്, x = 2 എന്നാണ്. മൈനസ് ഇല്ല, ഇവിടെ മൈനസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതായത് x = 3 ആണെങ്കിൽ ഈ 3 കൊടുത്താൽ x - 3 0 ആയിരിക്കും. അതുപോലെ തന്നെ x = 2 ആണെങ്കിൽ കൊടുത്താൽ x - 2 0 ആയിരിക്കും. ഈ രണ്ടാൾക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ സാധനം. ഇത് ഒരു മെത്തേഡ്. ഇവിടെ ഉദ്ദേശം ചിന്തിക്കാൻ പെട്ടെന്നില്ല. ഇനി അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ എങ്ങനെ എഴുതാം? x² - 5x + 6 ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ നോക്കൂ, ഫാക്ടറൈസ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ്. ഈ ഇതിന്റെ ഫാക്ടർ എങ്ങനെയായിരിക്കും? അതായത് ഇതിങ്ങനെ x² - 2x - 3x + 6 ഇതിനെ എഴുതാൻ x² - 2x - 3x + 6. അതായത് -5x നെ -2x - 3x + 6 എഴുതാം. അതായത് -2x - 3x ആണ് -5x തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാനുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരു ടേബിളിൽ നിന്ന് x നെ കോമൺ എടുക്കാം. ഈ രണ്ട് ടേബിളിൽ നിന്ന് x നെ കോമൺ എടുത്താൽ x - 2 എന്ന് വരും. ഓക്കെ, ഇവിടെ -3 കോമൺ എടുത്താൽ എന്ത് വരും? ഈ രണ്ട് ടേബിളിൽ നിന്ന് -3 കോമൺ എടുത്താൽ x ഇവിടെ -3 ഇവിടുന്നോ ഇവിടെ പ്ലസിൽ നിന്ന് -5 മൈനസ് പിന്നെ 3 പിന്നെ 2 0. നിങ്ങൾ നഗത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. -3 മൾട്ടിപ്ലൈ നോക്കി -3x -3x -3 -2 -3 + 6 ഇതാണ് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, ഈ രണ്ട് ടേബിളുകളിൽ ആർക്ക് കോമൺ? x - 2 ഉണ്ട് കോമൺ. x - 2 കോമൺ എടുത്താൽ ബാക്കി ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് x - 2 പോയാൽ പിന്നെ x മാത്രം, ഇതിൽ നിന്ന് x - 2 പോയാൽ -3 മാത്രം. ഈ ഒരു സാധനത്തിനെ ഞാൻ ഇങ്ങനെ എഴുതും. ഇത് രണ്ട് സെയിം ആണെന്നല്ലേ? ഈ ഒരു മെത്തേഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പം കമ്പ്യൂട്ടർ സയൻസ് അത് പഠിക്കുക. ഈ ഫാക്ടറൈസ് ഇവിടെ തന്നെ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിരന്തരമായി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ +1 ടെക്സ്റ്റിനുള്ളത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റിനുള്ളത് മാത്രം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. ഇതൊക്കെ കുറേ കാലം എഴുതുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വരും. ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് എഴുതാം x - 2 x - 3. അപ്പോൾ x² - 5x + 6 എഴുതാം. x - 2 × x - 3 എഴുതാം. ഓക്കെ, ഇനി ആരൊക്കെ ക്യാൻസൽ ആയി നോക്കിയാൽ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ ലിമിറ്റ് x → 2 x² / x - 3 x² / x - 3.
അപ്പോൾ നമുക്ക് കാര്യം ഇട്ട് കൊടുക്കാം, ലിമിറ്റ് വാല്യൂ കൊടുക്കാം. 2 മുകളിൽ കാര്യം കൊടുക്കാം, 2 സ്ക്വയർ മൈനസ് 2 മൈനസ് 3. അപ്പോൾ അത് എക്സിന് ഞാൻ 2 എന്ന വാല്യൂ ആണ് കൊടുത്തത്. അപ്പോൾ 2 സ്ക്വയർ 4 ഡിവൈഡ് ബൈ 2 മൈനസ് 3 മൈനസ് 1, ആൻസർ മൈനസ് 4. അപ്പോൾ ഈ ലിമിറ്റ് നമുക്ക് തുടക്കത്തിൽ 0/0 ആണ്, അവിടെ വെച്ച് നിർത്തി പോകരുത്. ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായാലും കിട്ടും, -4 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ്, എവിടെയുള്ള ലിമിറ്റ്, എക്സിന് 2 ഉള്ള ലിമിറ്റ്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എക്സാമ്പിൾ 2ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എക്സാമ്പിൾ 2ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലിമിറ്റ് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x → 1 x - 2 ഡിവൈഡ് ബൈ x² - x മൈനസ് 1 ബൈ x³ - 3x² + 2x. ഇതൊരു രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പ്യുവർ റാഷണൽ ഫംഗ്ഷൻസ് എന്ന രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷനെ എടുത്ത് വെച്ച് കുറച്ച് മാനിപ്പുലേഷൻസ് നടത്തേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, നമുക്ക് ആ ഫംഗ്ഷൻസിനെ മാത്രം തൽക്കാലത്തേക്ക് അത് ചെയ്യാൻ ഒരു സ്പേസ് എടുക്കുകയാണ് ഞാൻ. ഇവിടെ നോക്കിക്കോണം, x - 2 ഡിവൈഡ് ബൈ x² - x. x² - x എനിക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടിടത്ത് x കോമൺ ആണ്. അപ്പൊ ഞാൻ x കോമൺ എടുത്താൽ എങ്ങനെ എഴുതും, x × x - 1 എന്ന് എഴുതാം. ശരിയല്ലേ? x-നെ ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുത്താൽ x² - x നെ എനിക്ക് x × x - 1 എന്ന് എഴുതാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, x × x x², x × -1 - x തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി നമുക്ക് ഉപകാരപ്പെടും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നത് ഉപകാരപ്പെടും. ഇനി അടുത്ത് നോക്കി, 1 ബൈ ഇതിനെ നോക്കി, ഇവിടെ എല്ലാ ടേമുകളിലും x³ 3x² 2x x ഉണ്ട്. x കോമൺ എടുക്കുന്നു, x മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം ഇവിടെ x² എടുക്കാൻ പറ്റില്ല, ഇതിനകത്ത് x മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ടേമിൽ നിന്നും x² എടുക്കാമെന്ന് വിചാരിക്കണ്ട, x എടുക്കാം. അപ്പൊ ഇവിടുന്ന് x പോയാൽ ബാക്കി x², ഇവിടുന്ന് x² x പോയാൽ ബാക്കി x മാത്രം, -3x പിന്നെ +2. നിങ്ങളൊന്ന് നോക്കിയാൽ x-നെ അകത്തോട്ട് എടുത്ത് കോമൺ എടുത്തതിന് ശേഷം x-നെ അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കി, x × x x³ x × -3x -3x² x × 2x അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, നോക്കൂ, ഇനി അടുത്ത സ്റ്റെപ്പില് x - 2 ഡിവൈഡ് ബൈ x × x - 1. ഓക്കെ, ഇതിന് മാറ്റമില്ല. താഴെ 1/x, ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതിനെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഒന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് അതിന്റെ x-ന്റെ വാല്യൂ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, ഇതിനെ ഇങ്ങനെ എഴുതാം. നോക്കൂ, x² - 3x + 2, അതായത് x² മൈനസ് +2, x² - -x - 2 +2 ഇങ്ങനെ എഴുതാമല്ലോ. അതായത് x² - x - 2x. ശരിയാണ്. നോക്കൂ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ചേർക്കുമ്പോൾ x² - x - 2x -3x എന്ന് വരികയും +2 കിടക്കുകയും പ്രശ്നമില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, x - 2 ഡിവൈഡ് ബൈ x × x - 1 മൈനസ് 1 ബൈ x × ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ ഉള്ള പരിപാടി രണ്ടിടത്തുനിന്ന് x കോമൺ ആക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബ്രാക്കറ്റ് എടുത്തരാം. ഇതിനകത്ത് നടക്കുന്ന പരിപാടിയാണ്, അതാണ് ഞാൻ വലിയ ബ്രാക്കറ്റ് എഴുതുന്നത്. x x - 1 -2 x - 2. നിങ്ങളത് x - 1 സോറി ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ 10ാം ക്ലാസ്സിലെ ടോപ്പിക്ക് പഠിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് ശീലിക്കുക. ഇപ്പോൾ x - 2 ഡിവൈഡ് ബൈ x × x - 1 മൈനസ് 1 ബൈ x × ഇവിടെ രണ്ടിടത്ത് ആര് കോമൺ ഉണ്ട്, x - 1 കോമൺ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ എടുക്കുന്നത് x - 1, ബാക്കി പുറത്ത് x - 2. ഇതിലേക്ക് എഴുതാം. അതായത് x² - 3x + 2 എനിക്ക് x - 1 × x - 2 എന്ന് എഴുതാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. x - 1 × x - 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, x × x x², അടുത്ത x × -2 -2x, അതിനുശേഷം -1 × x -x, -1 × -2 +2, x² - 2x -x -3x +2. ഇതല്ലേ ഇവിടെ. അപ്പൊ ഇത് രണ്ടും ഫാക്ടർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തത് ശരി തന്നെയാണ്. അപ്പൊ ചോദിക്കരുത് x എങ്ങനെ വന്നൊന്നും ചോദിക്കരുത്, x നെഞ്ചിട്ടുള്ളതാണ്. ആ x എവിടെ വരുന്നത്, ഞാൻ ഇതിനകത്തുള്ള ആൾക്കാരെ എഴുതുന്നത് സെപ്പറേറ്റ് കിടക്കുന്നു. ഓക്കെ, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇപ്പോഴും നമുക്ക് റാഷണൽ ഫംഗ്ഷനോടൊന്നും മാറിയിട്ടില്ല, ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ, ഫാക്ടറൈസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പല മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ഇതിനെ കണ്ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അതിനേക്കാൾ എളുപ്പം ഇതിന്റെ ഈ ഫംഗ്ഷനെ ഇനി നമുക്ക് മുകളിലത്തെ ന്യൂമറേറ്ററിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ലിമിറ്റ് x → 1, മുകളിലത്തെ ആളെ എഴുതാം. എനിക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് x² - x - 3x + 3 ഡിവൈഡഡ് ബൈ x × x - 1 × x - 2. അത് ആൾറെഡി നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കിയേ, ഇതിനെ എങ്ങനെ എഴുതിയത്, x - x² - x - 3x
-x -3x എന്ന് പറഞ്ഞാൽ -4x ആണ്. +3 നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലിമിറ്റ് x ടെൻസ് ടു 1, ഈ ടേബിളിൽ നിന്ന് x നെ കോമൺ എടുത്താൽ x ഇൻറ്റു x - 1 എന്ന് വരും. ഇവിടെ ഈ രണ്ട് ടേബിളിൽ നിന്ന് -3 കോമൺ എടുത്താൽ -3 ഇൻറ്റു x - 3 എന്നും വരും. താഴെ x ഇൻറ്റു x - 1 ഇൻറ്റു x - 2 എന്ന് വരും. നമ്മൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ ലിമിറ്റ് x ടെൻസ് ടു 1, ഇവിടെ രണ്ടെടുത്ത് ഈ രണ്ട് ടേബിൾ ആരാണ് കോമൺ? ഇവിടെ 1 ആണ്. രണ്ട് ടേബിൾ x - 1 കോമൺ ഉണ്ട്. x - 1 ഇൻറ്റു x - 3 അല്ലേ? x - 1 രണ്ടും കോമൺ ആണ്. ആ കോമൺ എടുക്കുന്നു x - 1 ആണ്. ബാക്കിയുള്ളതോ ഇതിൽ നിന്ന് x - 1 പോയാൽ പിന്നെ x, ഇതിൽ നിന്ന് x - 1 പോയാൽ -3. അതാണ് എഴുതിയിരിക്കുന്നത്. താഴെ x ഇൻറ്റു x - 1 ഇൻറ്റു x - 2 എന്ന് വരും. ഇവിടെ നമുക്ക് ഈ x - 1 x - 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ലിമിറ്റ് x ടെൻസ് ടു 1 x - 3 ഡിവൈഡ് ബൈ x ഇൻറ്റു x - 2 എന്നാവും. ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 1 കൊടുത്ത് നോക്കൂ. 1 - 3 ഡിവൈഡ് ബൈ x ന് 1 കൊടുക്കൂ. 1 - 3 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 1 - 2, 1 ഇൻറ്റു 1 - 2. ആൻസർ -2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 - 2, 1 ഇൻറ്റു -1 -2 ബൈ -1. ആൻസർ 2 ആയിരിക്കും. അതായത് ഈ വലിയൊരു ഫംഗ്ഷൻ്റെ ആൻസർ എക്സിലോട്ട് എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? 2ലേക്കായിരിക്കും പോകുന്നത്. ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലിമിറ്റ്, അതായത് ലിമിറ്റ്സ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻസും അതിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലിമിറ്റ്സ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻസും അതിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കുകളായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.